ഞങ്ങൾ ഈ കുട്ടിയെ ഒന്ന് പേടിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദേഹോപദ്രവോ ഒന്നും ചെയ്തിട്ടില്ല. ഉണ്ടോ കുഞ്ഞെ? കണ്ടോ കണ്ടോ? ഇല്ല, ഒന്നുമില്ല. സാർ, ദേവിയത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. മാഹിയുടെ കല്യാണത്തിന് അവന്റെ ഭാര്യയുടെ അച്ഛൻ ഹോം മിനിസ്റ്റർ തന്നെ ആയിരിക്കണം, അല്ലാതെ MLA മാത്രമാവാൻ പാടില്ല. അദ്ദേഹത്തെ അതിന് ഞാൻ തന്നെ വിളിക്കാം. ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് സാർ എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടി ചെയ്യണം. ആ പെണ്ണിനെ വെറുതെ വിടുന്ന കാര്യമാണെങ്കിൽ അത് നടക്കില്ല. എങ്കിൽ സാറിന് വലിയ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഒരുത്തനെ സാറിന്റെ കരണക്കുറ്റി അടിച്ചു പൊളിക്കാൻ സാറിന്റെ ക്യാബിനിൽ കയറി നിൽപ്പുണ്ടെന്ന് ആഭ്യന്തരമന്ത്രിയെ വിളിച്ചു പറ. പിന്നെ പറയുമ്പോ ജയരാമന്റെയും രമാദേവിയുടെയും മകൻ മഹി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്ന് കൂടി പറഞ്ഞേക്കണം. എന്നോട് തർക്കിച്ച് അലമുണ്ടാക്കുന്നതിന് മുമ്പ് ഒന്നും മന്ത്രിയെയോ അദ്ദേഹത്തിന്റെ PAയെ വിളിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അന്വേഷിക്കുന്നതേ സാറിന് ഗുണം ചെയ്യും. ഇല്ലെങ്കിലേ പിന്നെ കല്യാണിയുടെ കാര്യത്തില് സാറ് കാണിക്കുന്ന അതേ മനോഭാവം തന്നെയായിരിക്കും എന്റേതും. ക്ഷമയും വിട്ടുവീഴ്ചയൊന്നും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. സാറിനാ എടുത്തോ. ഹലോ സാർ. സാർ, ഓക്കെ സാർ, ശരി സാർ, ചെയ്തേക്കാം സാർ. സാർ സാർ സോറി, ആളറിയാതെ ഞാൻ സാറിനോട് മോശമായി പെരുമാറിപ്പോയി. എന്നോട് ക്ഷമിക്കണം സാർ. സാർ ഇരിക്കണം. വേണ്ട, അത് പറ്റില്ല സാർ. സാർ ഇരുന്നാലേ ഞാൻ ഇരിക്കത്തുള്ളൂ. എന്നോടുള്ള പെരുമാറ്റത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. കല്യാണിയുടെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് എനിക്കറിയണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്റെ അടുത്ത നടപടികളെ കുറിച്ച് ചിന്തിക്കാൻ. കല്യാണിയെ ഉടൻ വിട്ടയക്കാൻ ഹോം മിനിസ്റ്ററുടെ ഓർഡറുണ്ട്. സാറിന്റെ വീട്ടിൽ നിന്ന് ആരൊക്കെയോ നിർബന്ധിച്ചത് കാരണമാ മന്ത്രി തന്നെ ഈ കേസിൽ നേരിട്ട് ഇടപെട്ടത്. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലൊന്നും മന്ത്രി ഇടപെടാറില്ല. എങ്കില് എത്രയും വേഗം കല്യാണിയുടെ പേരിലുള്ള കേസുകളെല്ലാം ഒഴിവാക്കി അവളെ വിട്ടയക്കണം. ശരി സാർ. പക്ഷേ ആഭ്യന്തരമന്ത്രിയുടെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് സാറെന്നുള്ള കാര്യം എന്നോട് നേരത്തെ സൂചിപ്പിക്കാമായിരുന്നു. ഇക്കാര്യം സാറ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കില്ലായിരുന്നു. എല്ലാം ഒരു തെറ്റിദ്ധാരണയായിരുന്നു സാർ. ഇതിന്റെ പേരിൽ സാറിന് എന്നോട് ശത്രുതയൊന്നും ഉണ്ടാവാൻ പാടില്ല. എത്രയും പെട്ടെന്ന് കല്യാണി റിലീസ് ചെയ്തതാ. രാഹുൽ സർ, ആ കല്യാണിയെ പെട്ടെന്ന് കൊണ്ടുവരൂ. ശരി സർ. ഫോർമാലിറ്റീസ് എല്ലാം തീർത്തിട്ട് ഞാൻ വിട്ടേക്കാം സാർ. വരൂ. പേടിക്കണ്ട, എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് സോൾവ് ആക്കിയിട്ടുണ്ട്. ഇനി ആരും ഇക്കാര്യം പറഞ്ഞ് നിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കില്ല. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. രമ മാഡത്തിന് വിഷം കൊടുത്തത് ഞാനല്ല. എനിക്കറിയാലോ, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നത്. പിന്നെ ഇവിടെ ആരും നിന്നെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ. ഇല്ല സർ. ഇനി എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടോ? ഒന്നുമില്ല.
സർ, ഞങ്ങൾ ഈ കുട്ടിയെ ഒന്ന് പേടിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദേഹോപദ്രവോ ഒന്നും ചെയ്തിട്ടില്ല. ഉണ്ടോ കുഞ്ഞെ? കണ്ടോ കണ്ടോ? ഇല്ല, ഒന്നുമില്ല. സർ, ദേവി ഇത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ചിന്നുവ, തലയിലെ തൊപ്പി തെറിക്കാനുള്ള വകുപ്പാ ചെയ്ത് കൂട്ടിയത്. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോടാ? സീതേ, സീതേ, എന്താ സീത ഇത്? നമ്മുടെ ചിന്നുവിന് ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയില്ല. നീ ധൈര്യമായിട്ടിരിക്കെ. അതെനിക്കറിയാം സീതേ. എനിക്ക് മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ലക്ഷ്മിയും അർജുനും ഒക്കെ ചേർന്ന് അങ്ങനെ ഒരു ചതി കല്യാണിയോട് ചെയ്തു എന്നത് സത്യം. പക്ഷേ അപ്പോഴും കല്യാണിയോടൊപ്പം മഹി ഉണ്ടായിരുന്നു. കല്യാണിക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതെ മഹി അവളെ നോക്കിയിട്ടുമുണ്ട്. പിന്നെ ജയരാമൻ സാറിനും കല്യാണി നിരപരാധിയാണെന്ന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ അവര് രണ്ടാളും ചേർന്ന് കല്യാണിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കിയത്. ദേ, മഹി വിളിച്ചിരുന്നു. അവൻ കല്യാണിയും കൊണ്ട് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ മഹിയും കല്യാണിയും ചേർന്ന് ഇവിടെ എത്തുമ്പോ പറയും. മുഖമൊക്കെ കഴുകി സന്തോഷത്തോടെ നിൽക്കണം. ചെല്ല്. ചിന്നുവിനിപ്പോ സമാധാനായില്ലേ? രമാമ്മയുടെ കാര്യത്തിൽ ഇനി പേടിക്കാനൊന്നുമില്ല. രമാമ്മ രക്ഷപ്പെട്ടപ്പോ താനും സംശയത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ? തന്നെ ഇനി ആരും കുറ്റപ്പെടുത്തില്ല. വീട്ടുകാരുടെ നാട്ടുകാരുടെ മുമ്പില് ഞാൻ ഇപ്പോഴും കൊലപാതക ശ്രമം നടത്തിയവള് തന്നെയാ. ചോറ് തന്ന കൈക്ക് കൊത്തിയവള്.